ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് CSSന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. CSS നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ CSS കോഡ് എഴുതുന്ന സമയത്ത് നമുക്ക് വരുന്ന കുറേ സിനാരിയോസ് ഉണ്ട്. ഇപ്പം നിങ്ങളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ആപ്ലിക്കേഷനിൽ ഒരേ ഒരു തീം ബേസ് ചെയ്തിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുക അല്ലേ? ഒരു കളർ കോമ്പിനേഷനും ബട്ടൺസിനും ടാബിനും അതേപോലെ മെനുവിനും ഒക്കെ നമ്മൾ സെയിം കളർ പല സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. പല കോമ്പിനേഷനിലുള്ള കളർ നമ്മൾ പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കിവിടെ എല്ലാ ഹെഡിങ്ങും കാണേണ്ടത് ഇപ്പോൾ ഒരു കളർ ഞാനൊരു ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ. അതേപോലെ എനിക്ക് ബട്ടൺ കാണേണ്ടതും ഇതേപോലെ ഡാർക്ക് ബ്ലൂ ആണ്. അല്ലെങ്കിൽ പിന്നെ സബ്മിറ്റ് ബട്ടൺ മാത്രം നമുക്കൊരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഞാനൊരു പുതിയ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും, ക്യാൻസൽ ബട്ടൺ ഉണ്ടാവും അല്ലേ? അപ്പം ഇങ്ങനെ, അല്ലെങ്കിൽ ഞാനൊരു പുതിയ യൂസറെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ഉണ്ടാവും, ക്യാൻസൽ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കളറിനെ നമ്മൾ ചിലപ്പോൾ ബട്ടൺ ഉപയോഗിക്കേണ്ടി വരും, ടാബിന് ഉപയോഗിക്കേണ്ടി വരും, ഹെഡിങ്ങിന് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരേ സംഭവം തന്നെ പല സ്ഥലത്തേക്കും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ കോഡ് നമ്മൾ ഹാർഡ് കോഡ് ചെയ്യണം. എല്ലായിടത്തും കൊണ്ടുപോയിട്ട് നമ്മൾ കളർ ഇതാണ്, ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്നുള്ളത് വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് സെയിം വാല്യൂ തന്നെ കൊടുക്കണം. അപ്പോൾ നിങ്ങളത് ഏകദേശം ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് കമ്പനി പറഞ്ഞു നമ്മുടെ ബ്രാൻഡിങ് മാറ്റുകയാണ്. കളർ കോമ്പിനേഷൻ നമ്മൾ ഇതുവരെ നമ്മളുണ്ടായിരുന്ന ബ്ലൂ ആണ്, അത് മാറ്റിയിട്ട് നമ്മൾ ഇനി മുതൽ ഓറഞ്ച് ആക്കുക എന്നുള്ളത് ഒരു റീബ്രാൻഡിങ് നടക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം CSS മൊത്തം ആപ്ലിക്കേഷനിൽ പോയിട്ട് ഈ മുഴുവൻ സ്ഥലത്തും പോയിട്ട് അതിനെ മാറ്റം വരുത്തണം. അത് ശരിക്കും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഓക്കെ. അപ്പോൾ ഒരു കറക്റ്റ് അതിനേക്കാളും കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന അപ്രോച്ച് ഉണ്ട്. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് HTML എന്നുള്ളത് ഒരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിട്ടുള്ളത്. അതേസമയം തന്നെ ഞാനൊരു ബട്ടൺ കൂടെ കൊടുക്കുകയാണ്. ഞാനതിനൊരു BTN എന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാൻ കൊടുത്തു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ഞാൻ ഇതേപോലെ ഡാർക്ക് ബ്ലൂ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു styles.css എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനെ ഞാൻ HTML കൊണ്ടുവന്നിട്ട് ലിങ്ക് വെച്ചിട്ട് ഞാൻ അതിനെ ലിങ്ക് ചെയ്തു. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ചില സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റൈൽസിനെ നമ്മൾ മൾട്ടിപ്പിൾ ഫയൽസ് ആക്കിയിട്ട് ചെയ്യേണ്ടി വരും. എല്ലാം കൂടെ ഒറ്റ ഫയലിൽ ചെയ്ത് കഴിഞ്ഞാൽ 10,000 ലൈൻ ഓഫ് CSS വന്നു കഴിഞ്ഞാൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് ഒരു ആമസോണിനെ പോലത്തെ ഒരു സൈറ്റിലാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും products.css എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ നിങ്ങൾ ചെക്കൗട്ടിന് വേണ്ടിയുള്ള ആഡ് ടു കാർട്ടും ഷിപ്പിങ്ങും പേയ്മെൻ്റ് എല്ലാം ഉള്ള ചെക്കൗട്ടിന് വേണ്ടിയാണെങ്കിൽ ചിലപ്പോൾ checkout.css എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് കോഡ് മെയിൻറ്റെയിൻ ചെയ്യൽ കുറച്ചും കൂടെ ഈസിയർ ആണ്. ചെക്കൗട്ട് പേജിലാണെന്നുണ്ടെങ്കിൽ checkout.css മാത്രം നിങ്ങൾ ടച്ച് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇതിൽ പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഈ കളറും അതേപോലെ ചിലപ്പോൾ ഫോണ്ടിൻ്റെ സൈസ്, ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഹെഡിങ്ങിന് വേണ്ടി ഫോണ്ട് സൈസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ലെറ്റ്സ് നിങ്ങൾ ഒരു 24 ആണ് ഫോണ്ട് സൈസ് ഉണ്ടായിരുന്നത്. അതിന് നിങ്ങൾ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നുള്ള ഡിസൈനിങ് ടീം, ബ്രാൻഡിങ് ടീം തീരുമാനിക്കുകയാണ് ഇത് ഇത്രയും വേണ്ട, ഒരു 22 ആക്കിയിട്ട് മാറ്റണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ഫയലിലും പോയിട്ട് മാറ്റം വരുത്തേണ്ടി വരും. ഇത് ശരിക്കും ഒരു എഫിഷ്യൻ്റ് അപ്രോച്ച് അല്ല. ഓക്കെ. ഇപ്പോൾ CSS പക്ഷേ നമ്മളെ സംബന്ധിച്ച് വേറെ ഓപ്ഷനൊന്നും ഇല്ല. ഇങ്ങനെ കളറിൻ്റെ കോഡ് ഡയറക്റ്റ് കൊടുക്കൽ മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന സ്റ്റൈല് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എഴുതാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് CSS പ്രീ പ്രോസസ്സർ എന്നുള്ളത്. CSS പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കളറിനെ എനിക്കൊരു സ്ഥലത്ത് ഒരു വേരിയബിൾ ആയിട്ട് എനിക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് പ്രൈമറി കളർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ബ്ലൂ കളറിന് ഡിക്ലെയർ ചെയ്തു. അതേപോലെ ഒരു സെക്കൻഡറി കളർ എന്ന് പറഞ്ഞിട്ട് ക്യാൻസലിന് വേണ്ടി ഉപയോഗിക്കുന്ന കളറിനെ ഡിക്ലെയർ ചെയ്തു. അതേപോലെ
ഹെഡിങ് ഫോൺ സൈസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോൺ സൈസിന് ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെ എനിക്കൊരു വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ പ്രൈമറി കളർ എന്നുള്ളത് എനിക്ക് കൊടുത്തിട്ട് ഞാനിവിടെ ഈ പിന്നെ ഡാർക്ക് ബ്ലൂ എന്നുള്ളത് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഇത് എറടിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഇങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ, എന്നിട്ട് ഇവിടെ എല്ലാം വന്നിട്ട് ഞാൻ ഈ പ്രൈമറി കളർ എന്നുള്ള നെയിമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസിയർ ആണ്. ഒറ്റ സ്ഥലത്ത് വന്നിട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും റിഫ്ലക്റ്റ് ആവും. ഇവിടെ എല്ലാം വന്നിട്ട് ഞാനിങ്ങനെ പ്രൈമറി കളർ എന്നുള്ളത് എനിക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഡീഫോൾട്ടായിട്ട് CSS സപ്പോർട്ടഡ് അല്ല, അതേപോലെ എനിക്ക് ഞാൻ ഈ പ്രൈമറി ഇത് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും കൊണ്ടുവന്നിട്ട് ഞാൻ കൊടുക്കുകയാണ്. പ്രൈമറി കളർ എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്ത് മാറ്റം വരുത്തിയാൽ മതി. ഇനി ഒന്നും കൂടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പും കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കളേഴ്സ് എല്ലാം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ CSS ആക്കി കൊടുത്തു. അതിൽ ഇതേപോലത്തെ മുഴുവൻ കളർ ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിന് ഞാൻ എല്ലാ ഫയൽസിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഈസിയർ ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാറ്റം വരുത്തിയാൽ മതി. കളേഴ്സ് ആണെങ്കിലും ഫോണ്ട് സൈസ് ആണെങ്കിലൊക്കെ base.css എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഞാൻ കളേഴ്സും ഫോണ്ട് സൈസും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഫോണ്ട് സൈസ് എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ആ വേരിയബിളിനെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയർ ആണ് അല്ലേ. ഇങ്ങനെ നമുക്ക് ശരിക്കും ഇതുപോലത്തെ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി CSSന്റെ കൂടെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ CSSന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് CSS പ്രീ പ്രോസസർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഒരു കെറ്റിലോ അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡറോ മിക്സിയോ എന്തെങ്കിലും നിങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ പിന്ന് വരിക സ്ക്വയർ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ നമ്മളെ സംബന്ധിച്ച് പ്ലഗ് എല്ലാം നമുക്ക് ഉണ്ടാവുക റൗണ്ട് ആയിരിക്കും ഉണ്ടാവുക അല്ലേ, മിക്കവാറും എല്ലാ വീടുകളിലും. പുതിയ ഇതിൽ വരുന്നത് രണ്ടും സപ്പോർട്ട് ചെയ്യുന്നത് വരുന്നുണ്ടാവും, പക്ഷെ മിക്കവാറും വീടുകളിൽ ഉണ്ടാവുക ഇതുപോലെ റൗണ്ട് ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ചെയ്യൽ എന്താണ്, ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ ഉപയോഗിക്കും അല്ലേ. ഇങ്ങനെ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ശരിക്കും നമ്മുടെ മിക്സിക്ക് കിട്ടുന്നത് സ്ക്വയർ തന്നെ കിട്ടണം, കാരണം അവിടെ നിന്ന് കൊണ്ടുവന്നുള്ളത് സ്ക്വയറിലതേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇപ്പുറത്തു നിന്നാണെങ്കിൽ നമുക്ക് റൗണ്ടേ ഉള്ളൂ. നമ്മൾ ഇതേപോലത്തെ ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കതിന് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ചിലപ്പം തിരിച്ചും വരും. ഇപ്പം നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു ഡിവൈസിനെ ഗൾഫിലോട്ട് കൊണ്ടുപോയി അവിടെ നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ നമുക്ക് റൗണ്ട് ഉള്ളതും ഇപ്പുറത്ത് സ്ക്വയർ ഉള്ളതുമായിട്ടുള്ള ഒരു അഡാപ്റ്റർ നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് ആ അഡാപ്റ്റർ വെച്ചിട്ടാണ് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ എഴുതുന്ന കോഡ് ഇതുപോലത്തെ സിൻടാക്സും കാര്യങ്ങളൊന്നും നോർമൽ CSS സപ്പോർട്ട് ചെയ്യില്ല. അതേപോലെ ബ്രൗസറിന് മനസ്സിലാവുന്നത് നോർമൽ CSS ബ്രൗസറിന് മനസ്സിലാവുള്ളൂ, അല്ലാതെ നമ്മൾ ഈ പറയുന്ന വേരിയബിൾസ് കൊടുക്കുന്നതൊന്നും ബ്രൗസറിന് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി CSS പ്രീ പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞു. ഈ CSS പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അഡാപ്റ്ററിനെ കുറിച്ചെല്ലാം പറഞ്ഞ പോലെയാണ്. ഈ സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഇതേപോലെ വേരിയബിളും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് കുറച്ചും കൂടെ നീറ്റായിട്ട് കോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം, പക്ഷെ ബ്രൗസറിന് അതൊന്നും മനസ്സിലാവാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ ബ്രൗസർക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് പ്യുവർ CSS ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രൗസറിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിൻടാക്സും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്രൗസറിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പ്യുവർ CSS ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ കോൺസെപ്റ്റിനാണ്, അല്ലെങ്കിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസിനാണ് നമ്മൾ CSS പ്രീ പ്രോസസ്സർ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഈ CSS പ്രീ പ്രോസസ്സർ ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ചെണ്ണാണ് സാസ്, ലെസ്, സ്റ്റൈലസ്, പോസ്റ്റ് CSS എന്നെല്ലാം പറയുന്നത്. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. ഈ CSS പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ CSSന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റൈൽ എഴുതാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ് CSS പ്രീ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഈ ടൂൾസിൻ്റെ റോൾ എന്ന് പറയുന്നത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനും, അതേപോലെ ഒരു കളേഴ്സും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫയലിൽ ചെയ്തു, എന്നിട്ട് അതിനെല്ലാം കൊണ്ട് മറ്റൊരു ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്തു, ഇങ്ങനെയുള്ള നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അതുകൂടാതെ വേറെയും കുറച്ചും കൂടെ തന്നെ നെസ്റ്റിങ്ങും മിക്സിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ് CSS പ്രീ പ്രോസസ്സർ എന്ന് പറയുന്നത്. പക്ഷേ ഈ CSS പ്രീ പ്രോസസ്സർ ഉപയോഗിക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി അത് ബ്രൗസറിൽ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യണം, ബ്രൗസറിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എടുക്കണം, പ്യുവർ CSS ആക്കിയിട്ട്
നോർമൽ CSS ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇതിലാണ് നമ്മൾ CSS പ്രീ പ്രോസസ്സർ എന്ന് വിളിക്കുന്നത്. ഈ CSS പ്രീ പ്രോസസ്സറാണ് ശരിക്കും നമ്മൾ ആ ടൂൾ കൺവേർഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ആ സിൻടാക്സ് സപ്പോർട്ട് ചെയ്യുന്നതും കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം ഈ CSS പ്രീ പ്രോസസ്സേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ മേജർ ആയിട്ടുള്ളതാണ് സാസ്, ലെസ്, സ്റ്റൈലസ്, പോസ്റ്റ് CSS എല്ലാം. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഈ സാസും ലെസ്സും. ഓക്കെ.